ഹലോ ഗൈസ്, ഒരു മാസം മുമ്പ് നമ്മൾ ഗവിക്ക് പോയതിന്റെ പാർട്ട് 2 നമ്മൾ ഇപ്പോഴാണ് ഇടുന്നത്. അതിന് 2 റീസൺ ഉണ്ട്. ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ പാർട്ട് 2 ഗവിക്ക് വേണ്ടി പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഗവിയിൽ ഇല്ലായിരുന്നു. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ പാർട്ട് 2 ഞങ്ങൾ മൂഞ്ചിയത് മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് അറിയണമെന്ന് ഈ റീല് ഫുള്ള് നിങ്ങൾ കണ്ടോളി. എനിക്ക് ഈ വ്ളോഗിൽ സീരിയസ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഗവിക്ക് മുമ്പ് ഫുഡ് കൈയോടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം അവിടെ ചെന്നിട്ട് നമുക്ക് 2 പൊറോട്ട തരത്തുള്ളൂ. എക്സ്ട്രാ ഒരു പൊറോട്ട വെച്ചാൽ മൂക്കമണ്ട അടിച്ചു പൊട്ടിക്കുന്നതാണ് അവർ പറയുന്നത്. നമ്മൾ പിന്നെ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതേ ബസ്സിൽ തന്നെ നമ്മൾ പൊക്കോണ്ടിരിക്കുമായിരുന്നു. പൊക്കോണ്ട് കുറേ നേരം ഇരുന്നപ്പോൾ കാറ്റിൻ്റെ അകത്തൂടെ തന്നെ എങ്ങനെയും വെളിയോട്ട് ഇറങ്ങിയാൽ മതി എന്നുണ്ട്. അവസാനം പഠിച്ച നമ്മുടെ വിളി കേട്ടു. അങ്ങനെ നമ്മൾ പത്തനംതിട്ട എന്ന സ്ഥലത്തോട്ട് എത്തിച്ചേർന്നു. ഗവൺമെന്റ് ഈ ഒരു തകരപ്പെട്ടിയിലാണ് ഞങ്ങൾ 5.5 മണിക്കൂർ സഞ്ചരിച്ചത്. പത്തനംതിട്ട ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യായിരുന്നു. ഗവിയിലെ 2 പൊറോട്ട ഏമ്പക്കത്തിന് പോലും തികഞ്ഞു. അതിന്റെ ഇടയ്ക്ക് 1-2 മണിക്കൂർ ഞങ്ങൾ അവിടെ കുമ്മളിയുടെ ബസ് നോക്കി കാത്തുകയായിരുന്നു. എനിക്ക് വിശക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, വരുന്ന ബസ്സൊന്നും കുമ്മളിലോട്ടുള്ളതല്ല. അവസാനം നമുക്കൊരു ബസ് കിട്ടി. അങ്ങനെ ബസ്സിലോട്ട് കയറിയിട്ടുണ്ട്. കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു കാര്യം നോക്കുന്നത്, അത് കുമ്മളിലോട്ടുള്ള ബസ്സല്ല. പിന്നെ ഞങ്ങളെ കണ്ടക്ടർ അങ്കിൾ പറഞ്ഞു ഉണ്ടക്കായത്ത് നിന്ന് എപ്പോഴും കുമ്മളിലോട്ട് ബസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ബസ്സിൽ നമ്മൾ കയറി. അപ്പൊ നമ്മൾ ഗവിയിലെ റിവ്യൂ എല്ലാവരോടും ചോദിച്ചു നോക്കാം. ഗവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോൾ എല്ലാവരും റിവ്യൂ ഒന്നും കേൾപ്പിക്കുന്നില്ല. ഒരാളുടെ റിവ്യൂ കേട്ടപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാൻ എല്ലാവരും റിവ്യൂവും കൂടെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരവരെ തെറിയും. അങ്ങനെ നമുക്ക് കുമ്മളിലോട്ടുള്ള ബസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു കാര്യം നോക്കുന്നത്, ബസ്സിന് ടിക്കറ്റ് കൊടുക്കാൻ ഞങ്ങളുടെ പൈസ ഇല്ല. അപ്പോഴാണ് എല്ലാവരും ഒരു കാര്യം ഓർക്കുന്നത്, നമ്മുടെ കൂടെ ഒരു VIP വന്നിട്ടുണ്ടായിരുന്നു. ഓൻ പിന്നെ കൂടെ ഉള്ളായിരുന്നുകൊണ്ടും ഓന്റെ പൈസ ഉണ്ടായിരുന്നുകൊണ്ടും കണ്ടക്ടർ കഴുത്തിനെ പിടിച്ച് വെളിയിൽ തള്ളിയില്ല. അവസാനം നമ്മളെ കുമ്മളിലോട്ട് എത്തിപ്പെട്ടു. കുമ്മളിലോട്ട് എത്തിയപ്പോഴത്തേക്കിനും എല്ലാവർക്കും സ്വർണ്ണം കിട്ടിയ ഒരു ഫീലാണ്. കുമ്മളിലോട്ട് എത്തിയപാടെ നമ്മളങ്ങ് സിജോസിലോട്ട് കയറി. നമ്മളൊരു മന്തി അടിക്കും. മന്തി ഒന്ന് കണ്ടപ്പോഴത്തേക്കിനുമാണ് എനിക്ക് ജീവൻ വന്നത്. എന്തായാലും മന്തി വന്ന സ്ഥിതിക്ക് ഞാൻ ഇന്നലെ കഴിച്ചിട്ട് വന്നേ. ഫോളോ ചോദിച്ചാൽ അടുത്ത വീഡിയോ കാണാം. അപ്പൊ ശരിയെന്നാ.